ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലോസ്. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നട്ട കൃഷിയെ പറ്റിയാണ്. അപ്പോൾ കൃഷി സംബന്ധമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ വഴുതനങ്ങ ചെടിയാണ്. സ്കൂളിലൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ഇത് വളരെ നല്ലതാണ്. ഹലോ ഗൈസ്, ഇത് ഞങ്ങളുടെ വീട്ടിലെ കരിവേപ്പാണ്. നമ്മൾ ഒരു കരിവേപ്പ് വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആവശ്യത്തിന് അത്രയുമുള്ള കരിവേപ്പ് ലഭിക്കുന്നതാണ്. കപ്പയ്ക്ക് ഇഷ്ടമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ മുളക് തൈയാണ്. നമുക്ക് എത്ര ആവശ്യത്തിന് വേണമെങ്കിലും മുളക് തൈന്നെടുക്കാം. ഒട്ടുമിക്ക വീടുകളിലും മുളകിൻ്റെ ആവശ്യമില്ലാത്തതായിട്ടൊന്നുമില്ല. ഹലോ ഗൈസ്, ഇവിടേക്ക് നോക്കൂ. ഇതാണ് ഉണ്ടമുളക്. ഉണ്ടമുളക് നമ്മൾ മീൻകറി പോലെയുള്ള കറികളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല മണവും സ്വാദും ലഭിക്കുന്നതാണ്. ഈ ഉണ്ടമുളക് നട്ടത് ഞാനാണ്. ഇത് പറിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് കാന്താരിയാണ്. കാഴ്ചയിൽ ഇത് ചെറുതാണെങ്കിലും ഇതിന് ഭയങ്കര എരിയാണ്. അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനുമെല്ലാം ഇത് വളരെ രുചി തരുന്നു. ഒട്ടുമിക്ക വീടുകളിലും ഈ കാന്താരി കാണപ്പെടുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചതാണ്. ഈ കാന്താരിക്ക് നല്ല എരിവാണ്. വീട്ടിൽ ഒരു മൂട് കാന്താരി ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രയോജനമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഗൈസ്? അടുത്തത് ഒരു അടിപൊളി ഐറ്റമാണ്. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. മഴ ആയതിനാൽ ഇതിൻ്റെ ഇലകളെല്ലാം കുരുടിപ്പോയി. ഉണക്കാകുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം വളരെ ആരോഗ്യത്തിൽ വരികയും നമുക്കിതിൻ്റെ ഇലകൾ തോരൻ വെച്ച് കഴിക്കുകയും ചെയ്യാം. ഇത് വേറൊരു വെറൈറ്റിയിൽപ്പെട്ട കാന്താരി മുളകാണ്. ഇതിൻ്റെ നിറം നീല കളറാണ്. നിങ്ങളുടെ വീട്ടിൽ കാന്താരി ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു മുടുത്തൈ വാങ്ങി നടണം. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റംബൂട്ടാൻ. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ ആണല്ലോ. പണ്ട് എനിക്ക് റംബൂട്ടാനെ കാണുമ്പോൾ കൊറോണയെ പോലെ തോന്നുമായിരുന്നു. അടുത്തത് ഒരു പുളിപ്പുള്ള അടിപൊളി ഐറ്റമാണ്. ഇതാണ് ചീമനെല്ലിക്ക. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വേറൊരു ഇനത്തിൽപ്പെട്ട വഴുതനങ്ങയാണ്. നേരത്തെ തന്നെ ഞാൻ വഴുതനങ്ങയെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് അവിയൽ വെക്കാനായാലും തോരന് വെക്കാനായാലും സാമ്പാർ വെക്കാനായാലും എല്ലാത്തിനും ഉപയോഗപ്പെടുന്നതാണ്. ഹലോ ഗൈസ്, അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടാർ ഐറ്റമാണ്. ഇതാണ് നാരകം. നിങ്ങൾക്ക് നാരകത്തെ പറ്റി അറിയാമല്ലോ. അടുത്തതാണ് കോവയ്ക്ക. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇഷ്ടം പോലെ കോവയ്ക്ക ലഭിക്കുന്നതാണ്. ഹലോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മറ്റൊരു റംബൂട്ടാൻ ചെടി. ഈ വർഷം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് തോനെയും കാകൾ ലഭിച്ചതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.